എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. ഫസ്റ്റ് സെമസ്റ്റർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് GY MAT 101 മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസിലെ കുട്ടികൾ പഠിക്കുന്ന മാത്തമാറ്റിക്സിൻ്റെ മൂന്നാമത്തെ മൊഡ്യൂളായിട്ടുള്ള ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ വിശദമായി പഠിച്ചു. അതിനുശേഷമുള്ള നാലാമത്തെ മൊഡ്യൂൾ സീരീസ് റെപ്രസെൻറ്റേഷൻസ് ആണ്. അതിനകത്ത് ഹൃദയഭാഗം അല്ലെങ്കിൽ മെയിൻ പോർഷൻ എന്ന് പറയുന്നത് ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ആണ്. പക്ഷെ സിലബസിൽ ആദ്യമേ 2 സീരീസ് റെപ്രസെൻറ്റേഷനും കൂടെ നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ അത് പഠിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നോക്കാം. ആദ്യമേ തന്നെ അവർ പറയുന്ന ഒരു സീരീസ് റെപ്രസെൻറ്റേഷൻ ആണ് ടെയ്ലർ സീരീസ് റെപ്രസെൻറ്റേഷൻ. ടെയ്ലർ സീരീസ്, അപ്പോൾ ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പല സീരീസുകളുടെ രൂപത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, അവതരിപ്പിക്കാൻ പറ്റും. ടെയ്ലർ സീരീസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നൊരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അതിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് മക്ലൂറിൻ സീരീസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. അങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അതിനുശേഷം ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. പിന്നെ HRF-CS ഹാഫ് റേഞ്ച് ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. പിന്നെ ഹാഫ് റേഞ്ച് ഫൊറിയർ കൊസൈൻ സീരീസ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അതിനെ ഹാഫ് റേഞ്ച് സീരീസുകൾ എന്ന് പറയും. ആ റെപ്രസെൻറ്റേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യമേ തൊട്ട് നന്നായിട്ട് പഠിക്കണം. പ്രത്യേകിച്ച് ഫൊറിയർ സീരീസിൽ അങ്ങോട്ട് കയറുന്ന സ്ഥലം തൊട്ട് അങ്ങോട്ട് നന്നായിട്ട് പഠിക്കണം. കാരണം ഒരു ക്വസ്റ്റ്യൻ തന്നെ അത്യാവശ്യം ലെങ്തിയാണ്, നമുക്ക് ചെയ്തെടുക്കാനുണ്ട് കുറേ കാര്യങ്ങൾ. അവിടെയും ഇൻ്റഗ്രേഷനും കാര്യങ്ങളും ഫോർമുലാസും എല്ലാം തന്നെ വളരെ പ്രാധാന്യാർഹിതമാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് എസ്സേ ടൈപ്പ് ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ്. ലെങ്തി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഉറപ്പായിട്ടും. അത് ലെങ്തി ആയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടിയും വരും. അപ്പോൾ അവിടെ തന്നെ തീർച്ചയായിട്ടും ഈ 3-4 മാർക്ക്, അതായത് 2-3 മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ ഉദാഹരണം, പലരും ഇത് ടഫാണ് അല്ലെങ്കിൽ ഇത് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, അങ്ങനെ തീരെ പറ്റുന്നില്ല എന്ന് തോന്നുന്ന ആൾക്കാർ കുറേ പേരുണ്ടാവും. കാരണം ബാക്കിയുള്ള മൊഡ്യൂൾസിൽ നിന്ന് ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഓക്കെ, പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ എന്നും പറഞ്ഞാൽ അതുകൊണ്ട് ഒഴിവാക്കാം, ബാക്കിയുള്ള 3 മൊഡ്യൂളിൽ നിന്ന് പഠിച്ച് പാസ്സാവാം. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. കാരണം എവിടുന്നാണ് എപ്പോഴാണ് നമുക്ക് ഏത് മൊഡ്യൂളിൽ നിന്നാണ് പണി കിട്ടുക, ഏത് മൊഡ്യൂളിൽ നിന്നാണ് എളുപ്പമുള്ളത് ചോദിക്കുക, ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് കിട്ടി ഒറ്റയടിക്ക് ഒരു നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരിക്കാം. അപ്പം തീർച്ചയായിട്ടും ഇവിടെ ഈസി ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, ഇപ്പം ഫൊറിയർ സീരീസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ f(x) = σn = 1 to ∞ an cos n pi x by l plus bn sin n by x a0/2 പ്ലസ് ആ ഫോർമുല ഉണ്ടല്ലോ, അത് എഴുതി വെച്ചാൽ തന്നെ 1 മാർക്കായി. അവിടെ a0ൻ്റെ വാല്യൂ എഴുതിയാൽ, an-ൻ്റെ വാല്യൂ എഴുതിയാൽ, bn-ൻ്റെ വാല്യൂ എഴുതിയാൽ ഇതെല്ലാം കൂടെ കളക്റ്റീവായിട്ട് 2 മാർക്ക് കിട്ടും. അപ്പം തന്നെ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ നല്ലൊരു ശതമാനം മാർക്കും കിട്ടി. ഒന്നും ചെയ്തില്ല, നമ്മൾ an-ഓ bn-ഓ ഒന്നും കണ്ടുപിടിച്ചില്ല, ഫോർമുല എഴുതി വെച്ചാൽ തന്നെ നല്ല മാർക്ക്. ഒരു 2 മാർക്ക് എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അത്രയല്ല, ഒരു 2-3 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നൊക്കെ സ്കോർ ചെയ്യും. കാരണം എല്ലായിടത്തും ഒരേ ഫോർമുല ഉപയോഗിക്കുന്നത് ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ. അങ്ങനെ നമുക്കിപ്പം ടെയ്ലർ സീരീസിൻ്റെ ഒരു ചോദ്യം ചോദിച്ചാൽ ടെയ്ലർ സീരീസിൻ്റെ സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ എഴുതിയ 1 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പം എന്താണ്, ഒന്നും അങ്ങോട്ട് ബ്ലൈൻഡായിട്ട് അങ്ങോട്ട് ഒഴിവാക്കരുത്. ഞാൻ പറയുന്നത് പ്രയാസമുള്ള കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്, ഇതൊക്കെ ആദ്യമായിട്ട് കാണുകയും അത് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയാണ്, അവർക്കും പാസ്സാവണമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഒന്നും പഠിക്കാണ്ട് ഒരിക്കലും പോകരുത്. ഇക്വേഷനും എല്ലാത്തിനും നമ്മുടെ ശരിയായിട്ടുള്ള ഓരോന്നിനും മാർഗമുണ്ട്. അപ്പോൾ കുറേ ചെറിയ ചെറിയ ശരികൾ ചേർന്നാൽ പാസ്സാവാനുള്ള മാർഗം അവർക്ക് ഒപ്പിക്കാം. പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ കുറേയൊക്കെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറ്റും. പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാനേ ഞാൻ എല്ലാവരോടും പറയാറുള്ളൂ. പക്ഷേ അത്യാവശ്യം സപ്ലി അടിക്കുന്നതിൽ മോശമല്ലാത്തൊരു സബ്ജക്റ്റാണിത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയും കൂടെ പറയേണ്ട ഒരു കാര്യം നമുക്കുണ്ട്. കാരണം ഇത് സപ്ലി അടിച്ചാൽ പിന്നീട് പ്രയാസമാണ്. കാരണം പ്രയാസം ഇൻ ദ സെൻസ്, നിങ്ങൾ ഒരു ദിവസം രാവിലെ ഉച്ചയ്ക്കൊക്കെ ആയിട്ടായിരിക്കും പിന്നീട് നിങ്ങൾക്ക് ഇത് എഴുതേണ്ടി വരുന്നത്. ഓക്കെ, രാവിലത്തെ പരീക്ഷയ്ക്ക് റെഗുലർ ആയിട്ടുള്ള എക്സാമിന് പഠിക്കണം, അതിനോടൊപ്പം ഇതിൻ്റെ സപ്ലി പഠിക്കണം. പിന്നെ ഈ മാത്സ് പിന്നെയും ബാക്കിയുള്ള ഇപ്പം തിയററ്റിക്കൽ സബ്ജക്ട്സ് ആണെങ്കിൽ നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ഇടയ്ക്കൂന്നൊക്കെ വെച്ച് നോക്കാം, ഏതെങ്കിലും ഒരു ഇടയ്ക്കൂന്നൊരു മൊഡ്യൂൾ എടുത്ത് വെച്ച് പഠിക്കാം. മാത്സ് ഒക്കെ അത് ഭയങ്കര പ്രയാസമാണ്. കാരണം ഈ ബേസിൻ്റെ പ്രശ്നം അവർക്ക് ഭയങ്കരമായിട്ട് വരും. ഓക്കെ, ഇടയ്ക്കൂന്ന് പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. നല്ല ആദ്യം തൊട്ട് വൃത്തിയായിട്ട് പഠിച്ചു വന്നാലേ നമുക്കത് പഠിച്ചു തീർക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പരമാവധി മാത്സ്, ഗ്രാഫിക്സ്, മാത്സ്, ഗ്രാഫിക്സ്, മെക്കാനിക്സ് പോലെയുള്ള സബ്ജക്റ്റുകൾക്കൊന്നും സപ്ലി അടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അത് സപ്ലൈ വന്നാൽ പിന്നീട് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും.
നോക്കാം. യെസ്, അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് സീരീസ് റെപ്രസെൻറ്റേഷൻ ഫംഗ്ഷൻ്റെ സിലബസിലെ ആദ്യത്തെ സീരീസ് റെപ്രസെൻറ്റേഷൻ രണ്ടെണ്ണം പറയുന്നത് നമുക്ക് ഒരുമിച്ച് പറഞ്ഞു പോകാനുള്ളതേ ഉള്ളൂ. ടെയ്ലർ സീരീസ് റെപ്രസെൻറ്റേഷൻ നോക്കണേ. ടെയ്ലർ സീരീസ് റെപ്രസെൻറ്റേഷൻ, ടെയ്ലർ സീരീസ് റെപ്രസെൻറ്റേഷൻ നോക്കിക്കേ. Taylor series representation of Taylor series representation of a function, Taylor series representation of a function f of x at x is equal to x naught is x is equal to x naught എന്ന പോയിന്റിൽ f of x എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ടെയ്ലർ സീരീസ് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നോക്കണേ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് ആണ് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് എക്സ് നോട്ട് പ്ലസ് x minus x naught square divided by 2 factorial into f double dash x naught plus x minus x naught cube divided by 3 factorial into f triple dash x naught plus etc. ഈ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ x is equal to x naught എന്ന് പറയുന്ന പോയിന്റിൽ f of x എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ടെയ്ലർ സീരീസ് റെപ്രസെൻറ്റേഷൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട്, അതായത് ആ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ആദ്യമേ എക്സ് നോട്ട് എന്നുള്ള പോയിന്റ് കൊടുക്കുക പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് എക്സ് നോട്ട്, ഫംഗ്ഷന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൽ എക്സ് നോട്ട് എന്നുള്ള പോയിന്റ് കൊടുക്കുക പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് എക്സ് നോട്ട്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിൽ എക്സ് നോട്ട് കൊടുക്കുക പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ട്രിപ്പിൾ ഡാഷ് എക്സ് നോട്ട് പ്ലസ് എക്സെട്ര പ്ലസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റെപ്രസെൻറ്റേഷനെ വിളിക്കുന്ന പേരാണ് ടെയ്ലർ സീരീസ് റെപ്രസെൻറ്റേഷൻ. ഈ ടെയ്ലർ സീരീസ് റെപ്രസെൻറ്റേഷൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് മക്ലൂറിൻ സീരീസ് റെപ്രസെൻറ്റേഷൻ എന്നുള്ള പേരിട്ട് വിളിക്കുക. മക്ലൂറിൻ സീരീസ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, മക്ലൂറിൻ സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ടെയ്ലർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിൽ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് എന്നത് മാറ്റി എക്സ് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ മക്ലൂറിൻ സീരീസ് റെപ്രസെൻറ്റേഷൻ എന്നുള്ള പേരിട്ട് വിളിക്കുക. ഓക്കെ, അതായത് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റ്, അതായത് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 0, അതായത് ടെയ്ലർ സീരീസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് മക്ലൂറിൻ സീരീസ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. മക്ലൂറിൻ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെയ്ലർ സീരീസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഈസ് മക്ലൂറിൻ സീരീസ്. അങ്ങനെയാണെങ്കിൽ മക്ലൂറിൻ സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടെയ്ലർ സീരീസ് റെപ്രസെൻറ്റേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ ഈ എക്സ് നോട്ട് എല്ലാം കാണുന്ന സ്ഥലത്ത് 0 ആക്കിയാൽ മതി. അപ്പോൾ എന്ത് വരും? എഫ് ഓഫ് 0 പ്ലസ് എക്സ് മൈനസ് 0 എന്നുള്ളത് എക്സ് വരും ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് 0 പ്ലസ് എക്സ് മൈനസ് 0 സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ വരും ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് 0 പ്ലസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ട്രിപ്പിൾ ഡാഷ് 0 പ്ലസ് എക്സെട്ര. ഈ റെപ്രസെൻറ്റേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മക്ലൂറിൻ സീരീസ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ആദ്യമേ ഈ സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻസ് വൃത്തിയായിട്ട് പഠിക്കുക. നമുക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ഒരു ഫംഗ്ഷൻ തരും, ഒരു പോയിന്റും തരും. ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ്റെ ടെയ്ലർ സീരീസ് റെപ്രസെൻറ്റേഷൻ എടുക്കാനോ അല്ലെങ്കിൽ മക്ലൂറിൻ സീരീസ് റെപ്രസെൻറ്റേഷൻ എടുക്കാനോ ആയിരിക്കും നമുക്ക് എക്സാമിന് വരുന്ന ചോദ്യം. ഓക്കെ, ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമായിരിക്കും. സോ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ടെയ്ലർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് എബൌട്ട് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2 എന്നുള്ളതാണ് ചോദ്യം. എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2ൽ കോസ് എക്സിൻ്റെ ടെയ്ലർ സീരീസ് റെപ്രസെൻറ്റേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കി നോക്കാം.
ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആദ്യമേ തന്നെ ടൈലർ സീരീസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ട ടൈലർ സീരീസിൻ്റെ ഫോർമുല എഴുതിയാൽ തന്നെ നമുക്ക് 1 മാർക്ക് അവിടെ കൺഫേം ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ചിലരുണ്ട് ഫോർമുല മനസ്സിലുണ്ട്, സന്തോഷമായിട്ട് ഫോർമുല മനസ്സിൽ വെച്ചുകൊണ്ടങ്ങ് എഴുതാം. അങ്ങനെ എഴുതരുത്. ഏതൊരു ഇക്വേഷൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഫോർമുല ഉള്ള കേസിൽ ഫോർമുല മസ്റ്റായിട്ട് എഴുതിയിരിക്കണം. നമുക്കറിയാം നമുക്ക് മനുഷ്യരാണ്, ഇന്ന കേസിൽ ഒരു മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ എനിക്കും വരാം, നിങ്ങൾക്കും വരാം. ഓക്കെ, അപ്പോൾ ആ മിസ്റ്റേക്ക് മേ ബി നമുക്ക് ചിലപ്പോൾ അറിയാൻ പോലും പറ്റത്തില്ല. അങ്ങനെ എങ്ങാണ് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ എന്തിൻ്റെ മാർക്കെങ്കിലും കിട്ടും, ഫോർമുലയുടെ മാർക്കെങ്കിലും നമുക്ക് കോട്ടം തട്ടാതെ കിട്ടും. ഓക്കെ, അതുകൊണ്ട് ഇക്വേഷൻ മസ്റ്റായിട്ട് നമ്മൾ എഴുതണം, അത് മറന്നു വരുത്. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് എക്സ് നോട്ട് പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് എക്സ് നോട്ട് പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ട്രിപ്പിൾ ഡാഷ് എക്സ് നോട്ട് പ്ലസ് എക്സെട്ര. സോ ഇതാണ് നമ്മുടെ റെപ്രസെൻറ്റേഷൻ. ഇനിയിപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? സീരീസ് എക്സ്പാൻഷൻ, ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ. സോ ഇത് ആദ്യമേ ഈ എഫ് ഡാഷ് എഫ് ഓഫ് എക്സ് നോട്ട് എഫ് ഡാഷ് എക്സ് നോട്ട് ഇതെല്ലാം കണ്ടുപിടിക്കുക. ഹിയർ എക്സ് നോട്ടിൻ്റെ വാല്യൂ π/2 ആണ്. ഓക്കെ, എഫ് ഓഫ് എക്സ് നോട്ട്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. സോ അപ്പോൾ അവിടെ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് π/2 എന്ന് പറഞ്ഞാൽ കോസ് π/2 എത്രയാണ്? 0. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ് എക്സ് ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. എഫ് ഡാഷ് π/2 എടുക്കാം. ഓക്കെ, എഫ് ഡാഷ് എക്സ് നോട്ട് മൈനസ് സൈൻ π/2 എത്രയാണ് വരിക? -1 ആണ് ആൻസർ കിട്ടുക. ഓക്കെ, സൈൻ 91 ആണല്ലോ. ഇനി എഫ് ഡബിൾ ഡാഷ് എക്സ് മൈനസ് സൈൻ എക്സ് ഡെറിവേറ്റീവ് കോസ് എക്സ് വരും. എഫ് ഡബിൾ ഡാഷ് π/2 എടുത്താൽ കോസ് π/2 ഉള്ളത് കൊണ്ട് അതെന്താവും? 0 അല്ലേ? മൈനസ് കോസ് π/2, കോസ് 90 0 ആണ്. ഇനി എഫ് ട്രിപ്പിൾ ഡാഷ് എക്സ് മൈനസ് കോസ് എക്സ് ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, അപ്പോൾ 2 മൈനസ് ചേർന്നിട്ട് എന്താവും? പ്ലസ് സൈൻ എക്സ് ആവും. ഓക്കെ, എഫ് ട്രിപ്പിൾ ഡാഷ് π/2 എടുക്കുകയാണെങ്കിൽ സൈൻ 90 ആൻസർ എന്ത് വരും? 1 വരും. ഓക്കെ, ഇനി ഇപ്പോൾ നമുക്ക് നോൺ സീറോ ടേംസ് ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ 2 നോൺ സീറോ ടേംസേ ആയിട്ടുള്ളൂ അല്ലേ? ബാക്കിയുള്ള 2 എണ്ണം 0 ആയി പോകും. നോൺ സീറോ ടേംസ് മിനിമം 3 എണ്ണമെങ്കിലും എക്സ്പാൻഷനകത്ത് വേണം, എങ്കിലേ മാർക്ക് കിട്ടത്തുള്ളൂ. ശ്രദ്ധിച്ചോണേ. സോ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ 0 ടേംസ് എഴുതേണ്ട ആവശ്യമില്ലല്ലോ, അത് 0 ആയി പോയില്ലേ. അപ്പം ഇനി അടുത്തത് എന്താണ്? 4 ഡാഷ് എക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് വരിക? സൈൻ എക്സ് ഡെറിവേറ്റീവ് കോസ് എക്സ്. എഫ് 4 ഡാഷ് π/2 കോസ് π/2 എന്ത് വരും? 0 വരും. ഓക്കെ, ഇനി എഫ് 5 ഡാഷ് എക്സ് എന്താണ് വരിക? കോസ് എക്സ് ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. എഫ് 5 ഡാഷ് π/2 മൈനസ് സൈൻ π/2 മൈനസ് 90 സൈൻ 90 അല്ലേ? സൈൻ 0 0 സൈൻ 90 1, അപ്പോൾ -1 വരും. ഓക്കെ, അപ്പം 3 ടേംസ് ഇപ്പം നോൺ സീറോ കിട്ടിയിട്ടുണ്ട് അല്ലേ? 3 എണ്ണം നമുക്കിപ്പോൾ നോൺ സീറോ വന്നിട്ടുണ്ട്, 3 എണ്ണം 0 ആയിരുന്നു. നോൺ സീറോ ആയിട്ടുള്ള 3 ടേംസ് എങ്കിലും അറ്റ്ലീസ്റ്റ് എഴുതാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാകുന്നത് വരെ നമ്മൾ ഈ ഒരു സാധനം എഴുതണം. ശരിയല്ലേ? ഇനിയിപ്പോൾ നമുക്ക് വാല്യൂസ് കൊടുക്കാൻ നോക്കുക. എന്താണ് വരിക? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0. എഫ് ഓഫ് 0 ആണ്, കൊടുക്കേണ്ട ആവശ്യമില്ല. എഫ് ഓഫ് എക്സ് നോട്ട് അല്ല, എഫ് ഓഫ് എക്സ് നോട്ട് എടുത്താൽ 0 ആണ്, കൊടുക്കേണ്ട ആവശ്യമില്ല. എഫ് ഡാഷ് എക്സ് നോട്ട് -1 ഉണ്ട്. സോ അപ്പോൾ ഈ ടേം വരും അല്ലേ? ഈ ടേം നമുക്ക് ആൻസറിൽ ഉണ്ടാവും. എഫ് ഡാഷ് എക്സ് നോട്ട് ഉള്ളതുകൊണ്ട്, എഫ് ഡാഷ് π/2 -1 ഉള്ളതുകൊണ്ട്. സോ എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ 1 ഫാക്ടോറിയൽ, അതായത് എക്സ് മൈനസ് എക്സ് നോട്ട് π/2 ആണ്. 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ്, ഇൻറ്റു ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ വേണമെങ്കിൽ എഴുതിക്കോളൂ. 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? -1. അതാണ് ആ ടേം. ശരിയല്ലേ? എഫ് ഡാഷ് എക്സ് നോട്ട് -1. ഇനി എഫ് ഡബിൾ ഡാഷ് എക്സ് നോട്ട് വരുന്ന ടേം 0 ആയി പോവും. ഇനി എഫ് ട്രിപ്പിൾ ഡാഷ് വരുന്ന ടേം ഉണ്ടാവും. ശരിയല്ലേ? ഈ കാണുന്ന ടേം ഉണ്ടാവും. ശരിയാണല്ലോ?
അതെന്താണ് വരിക? എക്സ് മൈനസ് എക്സ് നോട്ട് പൈ ബൈ 2 ആണ്. അതിൻ്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ട്രിപ്പിൾ ഡാഷ് എക്സ് നോട്ട്. എഫ് ട്രിപ്പിൾ ഡാഷ് പൈ ബൈ 2 1 ആണ് അല്ലേ? ദിസ് ഈസ് ഇൻറ്റു 1 ആണ് നമുക്ക് കിട്ടുക. ഇനി അടുത്തത് എന്താണ്? 5 ഡാഷ് വരുന്ന ടേം ഉണ്ടാവും. 5 ഡാഷ് വരുന്ന ടേം. 5 ഡാഷ് വരുമ്പം നെക്സ്റ്റ് റേസ് ടു 4 വരും. 5 ഡാഷ് വരുമ്പോൾ റേസ് ടു 5 വരും. ശരിയാണല്ലോ? എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ പൈ ബൈ 2 റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് 5 ഡാഷ് എക്സ് നോട്ട്. എഫ് 5 ഡാഷ് എക്സ് നോട്ട് എടുത്താൽ ആൻസർ എന്താണ്? -1 ആണ്. പ്ലസ് എക്സെട്ര. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ് വരിക? ഇതൊന്നുകൂടെ ഒന്ന് നീറ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ഈ മൈനസ് ഒക്കെ ആദ്യം ആക്കുക. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, നോക്കിയോണേ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആദ്യം ഒരു മൈനസ് ഉണ്ട്. മൈനസ് ഓഫ് എക്സ് മൈനസ് പൈ ബൈ 2, പിന്നെ ഒരു പ്ലസ് ഉണ്ട്. എക്സ് മൈനസ് പൈ ബൈ 2ൻ്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ, പിന്നെ വേണ്ട ഇവിടെ ഒരു മൈനസ് ഉണ്ട്. എക്സ് മൈനസ് പൈ ബൈ 2 റേസ് ടു 5 divided by 5 factorial plus etc. So this is our required Fourier series representation, required Taylor series representation of the function f of x is equal to cos at the point x is equal to pi by 2. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി എഴുതി പഠിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം, ഫൈൻഡ് ടൈലർ സീരീസ് ഫോർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ പൈ എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1/4 എന്നുള്ളതാണ് ചോദ്യം. എക്സ് ഇസ് ഈക്വൽ ടു 1/4 നമ്മൾ എന്ത് ചെയ്യണം? സൈൻ പൈ എക്സിന്റെ ടൈലർ സീരീസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. ആദ്യമേ തന്നെ ടൈലർ സീരീസിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോർമുല എഴുതുക. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എന്താണ്? എക്സ് മൈനസ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് എക്സ് നോട്ട് പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് എക്സ് നോട്ട് പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ക്യൂബ് divided by 3 factorial into f triple dash x naught plus etc. Okay, so here f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? sin pi x ആണ്. x naught എന്ന് പറയുന്ന വാല്യൂ 1/4 ആണ്. ഓക്കെ, ആദ്യം f of x naught വേണം. f of 1/4 sin pi/4 വരും. sin 45 എന്താണ്? 1/√2. ഓക്കെ, സംശയമൊന്നുമില്ലാതെ പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത എന്ത് വേണം നമുക്ക്? എഫ് ഡാഷ് എക്സ് നോട്ട് വേണം. യെസ്, എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ പൈ എക്സ് ഡെറിവേറ്റീവ് കോസ് പൈ എക്സ് ഇൻറ്റു ഒരു പൈയും കൂടെ വരും. ശരിയാണല്ലോ? അപ്പോൾ പൈ കോസ് പൈ എക്സ്. എഫ് ഡാഷ് എക്സ് നോട്ട് 1/4 എന്ന് പറയുമ്പോൾ എന്ത് വരും? പൈ ഇൻറ്റു കോസ് π/4. കോസ് 45 1/√2 ആണ്. സോ പൈ ഇൻറ്റു 1/√2. ആൻസർ എന്ത് വരും? പൈ ഡിവൈഡഡ് ബൈ √2. ഓക്കെ, ഇനി എഫ് ഡാഷ് എക്സ് ഇനി എഫ് ഡബിൾ ഡാഷ് എക്സ് നോട്ട് വേണം. ഇപ്പം നോൺ സീറോ ആയിട്ട് ഒരു ടേമായി, 2 ടേമായി, ഒരു ടേമും കൂടെ കണ്ടുപിടിച്ചാൽ മതിയാവും. മിനിമം 3 ടേംസ് മതി നോൺ സീറോ. എഫ് ഡബിൾ ഡാഷ് എക്സ് പൈ ഇൻറ്റു കോസ് എക്സ് ഡെറിവേറ്റീവ് മൈനസ് സൈൻ പൈ എക്സ് ഇൻറ്റു പൈ എക്സ് ഡെറിവേറ്റീവ് പൈ വരും. സോ മൈനസ് പൈ സ്ക്വയർ സൈൻ പൈ എക്സ് കിട്ടും. ഓക്കെ, ശരിയല്ലേ? മൈനസ് പൈ ഇൻറ്റു പൈ പൈ സ്ക്വയർ സൈൻ പൈ എക്സ്. ഇതാണ് നമ്മുടെ എഫ് ഡബിൾ ഡാഷ് എക്സ്. ഇനി എന്താ കണ്ടുപിടിക്കണം നമ്മൾ? എഫ് ഡബിൾ ഡാഷ് 1/4 കണ്ടുപിടിക്കുക. സോ മൈനസ് പൈ സ്ക്വയർ ഇൻറ്റു സൈൻ π/4 വരും. മൈനസ് പൈ സ്ക്വയർ ഇൻറ്റു സൈൻ 45 1/√2. ആൻസർ എന്താ വരുന്നത്? മൈനസ് പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ √2. ഓക്കെ, ഇപ്പം നോൺ സീറോ ടേംസ് ഇപ്പം 3 നോൺ സീറോ ടേംസ് ആയിട്ടുണ്ട്. അത് മതിയാവും. വേണമെങ്കിൽ ഒരെണ്ണം കൂടെ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം തൽക്കാലം നമുക്ക് 3 എണ്ണം മതി. അല്ലെങ്കിൽ ഒരെണ്ണം കൂടെ വേണമെങ്കിൽ ചെയ്തോളൂ. ഒരെണ്ണം കൂടെ നോക്കാം നമുക്ക്. എഫ് ട്രിപ്പിൾ ഡാഷും കൂടെ വരെ ആയിക്കോട്ടെ. മൈനസ് പൈ സ്ക്വയർ ഇൻറ്റു സൈൻ പൈ എക്സ് ഡെറിവേറ്റീവ് കോസ് പൈ എക്സ് ഇൻറ്റു പൈ എക്സ് ഡെറിവേറ്റീവ് പൈ വരും. അപ്പോൾ മൈനസ് പൈ ക്യൂബ് കോസ് പൈ എക്സ് വരും. ഓക്കെ, ഇതാണ് എഫ് ഡബിൾ ഡാഷ് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ്.
ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 1/4 എടുക്കുക. എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 1/4 മൈനസ് പൈ ക്യൂബ് ഇൻറ്റു കോസ് π/4 ഈക്വൽ ടു മൈനസ് പൈ ക്യൂബ് ഇൻറ്റു കോസ് 45 1/√2 മൈനസ് പൈ ക്യൂബ് ഡിവൈഡഡ് ബൈ √2. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പാൻഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട്. എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് എഫ് ഓഫ് 1/4 എന്താണ്? 1/√2 വരും. പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 1/4 ബൈ 1 ഫാക്ടോറിയൽ 1 ആണ് ഇൻറ്റു എഫ് ഡാഷ് എക്സ് നോട്ട്. എഫ് ഡാഷ് എക്സ് നോട്ട് എഫ് ഡാഷ് 1/4 π/√2 പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് 1/4 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് എക്സ് നോട്ട് എഫ് ഡബിൾ ഡാഷ് 1/4 മൈനസ് പൈ സ്ക്വയർ ബൈ 12 അല്ലെ, മൈനസ് പൈ സ്ക്വയർ ബൈ √2 പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ടിൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 1/4 ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ട്രിപ്പിൾ ഡാഷ് എക്സ് നോട്ട് എഫ് ട്രിപ്പിൾ ഡാഷ് 1/4 മൈനസ് പൈ ക്യൂബ് ഡിവൈഡഡ് ബൈ √2 മൈനസ് പൈ ക്യൂബ് ഡിവൈഡഡ് ബൈ √2. ഓക്കെ ആണല്ലോ? യെസ്. ഇതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒന്നും കൂടെ ഒന്ന് പ്ലസും മൈനസും ഒക്കെ ക്ലിയർ ആക്കിക്കൊണ്ട് ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം. ഫൈനൽ ആൻസറും കൂടെ നോക്കിക്കോളൂ കേട്ടോ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/√2 പ്ലസ് എക്സ് മൈനസ് 1/4 ഇൻറ്റു π/√2. ഇനി നോക്കിക്കേ, ഇവിടെ ഒരു പ്ലസും മൈനസും ചേർന്ന് മൈനസ് ആക്കാം. പൈ സ്ക്വയർ ഉണ്ട്, /√2 ഉണ്ട്, പിന്നെ ഒരു എക്സ് മൈനസ് 1/4 സ്ക്വയർ ഉണ്ട്, ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ആക്കാം. ഇനി ഇവിടെ ഈ പ്ലസും മൈനസും ചേർത്ത് മൈനസ് ആക്കാം. എക്സ് മൈനസ് 1/4 ക്യൂബ് അല്ലെങ്കിൽ ആ പൈ ക്യൂബ് ബൈ √2 ഇങ്ങോട്ട് പോകുന്നോട്ടെ. പൈ ക്യൂബ് ബൈ √2 ഇൻറ്റു എക്സ് മൈനസ് 1/4 ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ എക്സെട്ര. ഓക്കെ, സോ ദിസ് ഈസ് അവർ റിക്വയർഡ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ടൈലർ സീരീസ് ഫോർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഇ. ലോഗ് എക്സിന്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ അറ്റ് എക്സ് ഈക്വൽ ടു ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് പ്രീവിയസ് ചോദിച്ച ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. നോക്കണേ, ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് എക്സ് നോട്ട് പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് എക്സ് നോട്ട് പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ട്രിപ്പിൾ ഡാഷ് എക്സ് നോട്ട് പ്ലസ് എക്സെട്ര. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആരാണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. സോ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ഹിയർ എഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണോ? എക്സ് നോട്ട് ഇ ആണ് അല്ലെ. എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ ഇ ആണ് നമ്മുടെ ഈ ചോദ്യത്തിൽ. അപ്പം എഫ് ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ലോഗ് ഇ എന്താണ്? 1 ആണ്. ലോഗരിതം ഓഫ് എക്സ്പോണൻഷ്യൽ ലോഗ് ഇ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എഫ് ഡാഷ് എക്സ് ലോഗ് എക്സ് ഡെറിവേറ്റീവ് 1/x. അപ്പം എഫ് ഡാഷ് ഇ എന്ന് പറഞ്ഞാൽ 1/e വരും. എഫ് ഡബിൾ ഡാഷ് എക്സ് 1/x ഡെറിവേറ്റീവ് മൈനസ് 1/x സ്ക്വയർ. എഫ് ഡബിൾ ഡാഷ് ഇ എന്ന് പറഞ്ഞാൽ മൈനസ് 1/e സ്ക്വയർ. ഓക്കെ, തന്നെ 3 നോൺ സീറോ ടേംസ് ആയി. ഒരെണ്ണം കൂടെ ട്രിപ്പിൾ ഡാഷ് വരെയെങ്കിലും മിനിമം എഴുതാൻ ശ്രമിക്കുക. എല്ലാം -1 ഇൻറ്റു 1/x ഡെറിവേറ്റീവ് മൈനസ് 1/x സ്ക്വയറിൻ്റെ സ്ക്വയർ എക്സ് റൈസ് ടു 4. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x വരും. സോ 2 ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് വരും അല്ലേ. എഫ് ട്രിപ്പിൾ ഡാഷ് എക്സ് എടുത്താൽ എന്താണ് വരിക? 2/x ക്യൂബ്. ഓക്കെ, ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്ന് വിചാരിക്കുന്നു. എന്താണ് നമ്മൾ ചെയ്തത്? -1 മാറ്റി നിർത്തി 1/x ആയിട്ട് സങ്കല്പിച്ചു. 1/x ഡെറിവേറ്റീവ് മൈനസ് 1/x സ്ക്വയർ. എക്സ് സ്ക്വയറിൻ്റെ സ്ക്വയർ എക്സ് റൈസ് ടു 4.
ഇൻറ്റു ഏത് ഫംഗ്ഷനെ ആയിട്ടാണോ എക്സ് ആയിട്ട് സങ്കല്പിച്ചത് അതിൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ചെയിൻ റൂൾ അല്ലേ. സോ ഒരു എക്സും റൈസ് ടു 4 വെട്ടി ക്യൂബ് ആവും, 2 മൈനസ് പ്ലസ് ആവും, 2/x³ വരും ആൻസർ. കിട്ടിയോ? അല്ലാണ്ട് തന്നെ ഇതൊക്കെ പഠിച്ചു വെക്കേണ്ട റിസൾട്ടുകളാണ്. 2/x³ ഇസ് ദ ആൻസർ. ഇനി ഈ മെത്തേഡ് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, -x² മുകളിൽ പോയാൽ x⁻² ആവും, -1 ഇൻറ്റു x⁻n ഡെറിവേറ്റീവ് n ഇൻറ്റു x⁻n-1 അപ്ലൈ ചെയ്യുക. സോ 2 മൈനസ് ചേർന്ന് +2 x⁻³ 2/x³ ആകും. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒന്നും തെറ്റിക്കാൻ പാടില്ല. ഇത് സില്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ്, +2 നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെയൊക്കെ മിസ്റ്റേക്ക് വരുത്തിയാൽ നമ്മുടെ മാർക്കിനെ അത് നല്ല രീതിയിൽ ബാധിക്കും. ഓക്കെ, യെസ്. സോ 2/x³ ആണ് നമ്മുടെ f''x. ക്ലിയർ ആണല്ലോ. f''x0 കൂടെ എടുത്തോളൂ. f''x0 എന്ന് പറഞ്ഞാൽ e ആണ്. സോ 2/e³. 2/e³. ഇനി വേണ്ട അങ്ങോട്ട് വാല്യൂ കൊടുത്തോളൂ. f(x) is equal to എന്ത് വരും? f(x0). f(x0) എന്ന് പറഞ്ഞാൽ f(e) എന്ന് പറഞ്ഞാൽ 1 പ്ലസ് x-x0 എന്ന് പറഞ്ഞാൽ x-e/1 ഇൻറ്റു f'(x0) എന്ന് പറഞ്ഞാൽ f'(e) അതെന്താണ് 1/e പ്ലസ് x-x0² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു f'(x0) f'(e) -1/e² പ്ലസ് x-x0³ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു f'(x0) f'(e) 2/e³. ഓക്കെ, പ്ലസ് എക്സെട്ര. ക്ലിയർ ആണല്ലോ. സോ എന്താണ് വരിക? സോ ദിസ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് x-e ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 1/e പ്ലസ് ഇനി പ്ലസും മൈനസും ചേർത്തിട്ട് മൈനസ് ആക്കിക്കോളൂ, മൈനസ് x-e² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1/e². ഇനി മൈനസ് എഴുതണ്ട, ഈ മൈനസ് ഇവിടെ ചേർന്ന് ഞാൻ മൈനസ് ആക്കിയിട്ടുണ്ട്. ഇനി പ്ലസ് എന്തുവരും? x-e³ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2/e³ പ്ലസ് എക്സെട്ര. സോ ദിസ് ഈസ് ദ റിക്വയർഡ് Taylor series representation for the given function f(x) is equal to log x at the point x is equal to e. Okay, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കി പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഉറപ്പിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് Taylor series for f(x) is equal to tan inverse x at x is equal to 1 എന്നുള്ളതാണ് ചോദ്യം. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. tan inverse x-ന്റെ Taylor series എക്സ്പാൻഷൻ അറ്റ് x is equal to 1 ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. നോക്കണേ. സോ ആദ്യമേ തന്നെ ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എഴുതാം. f(x) is equal to f(x0) പ്ലസ് x-x0 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു f'(x0) പ്ലസ് x-x0 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു f'(x0) plus x-x0³ divided by 3 into f'(x0) plus etc. Okay, so here f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ ആരാണ്? tan inverse x എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. സോ x0 വാല്യൂ 1 ആണ്. f(1) എന്ന് പറയുമ്പോൾ tan inverse 1 എന്ന് പറഞ്ഞാൽ π/4 45 ഡിഗ്രി ആണ്. ഇനി f'(x) എടുത്തോളൂ. f'(x) എടുക്കുമ്പോൾ tan inverse x ഡെറിവേറ്റീവ് 1/1 പ്ലസ് x സ്ക്വയർ. f'(1) എന്ന് പറഞ്ഞാൽ 1/1 പ്ലസ് x-ന് 1 കൊടുക്കുക, 1 സ്ക്വയർ 1/2. ദെൻ f'(x) ഡബിൾ ഡാഷ് വരെ ചെയ്താൽ മതിയാവും. ഇപ്പോൾ രണ്ടും നോൺ സീറോ ടേംസ് ആണ്, ഒരെണ്ണം കൂടെ മതി. 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ് എ പാർട്ടിൽ ചോദിക്കുന്നത്. അപ്പോൾ മിനിമം 3 നോൺ സീറോ ടേംസ് ആണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതും കൂടെ കണ്ടുപിടിച്ചാൽ മതിയാവും. f'(x) പിന്നെ എളുപ്പമാണെങ്കിൽ ട്രിപ്പിൾ ഡാഷ് വരെ ചെയ്യുന്നതിനൊന്നും പ്രശ്നമില്ല, നമുക്ക് സമയമുണ്ടെങ്കിലും എളുപ്പമാണെങ്കിലും ഒക്കെ. ഇവിടെ എന്താണ് 1/x ആണ്. 1/x ഡെറിവേറ്റീവ് -1/x². അപ്പോൾ -1/1 പ്ലസ് x സ്ക്വയറിൻ്റെ സ്ക്വയർ ഇൻറ്റു
അകത്തുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അകത്തുള്ള ഫംഗ്ഷൻ 1+x² ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 2x കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇപ്പം എന്താണ് വരിക? -2x ഡിവൈഡഡ് ബൈ 1+x² എന്നാണ് കിട്ടുക. സോ ഇതാണ് f''x. നമുക്ക് f''(1) ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദെൻ f''(1) എന്ന് പറയുമ്പോൾ -2 × 1 ഡിവൈഡഡ് ബൈ 1+1² is equal to -2 ഡിവൈഡഡ് ബൈ 1² 1, 1 + 1 2, 2² 4, -2/4 കട്ട് ചെയ്താൽ -1/2. ഓക്കെ, ഇത്രയും മതിയാവും. അപ്പോൾ നമുക്ക് വേണ്ട 3 ടേംസ് ആയിട്ടുണ്ട് അല്ലെ, π/4, 1/2, -1/2. സോ ദ റിക്വയർഡ് ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷൻ f(x) is equal to f(x0) വാല്യൂ എന്താണ് സർ? ചോദ്യത്തിൽ x0 1 ആണ് അല്ലേ? f(1) പ്ലസ് x മൈനസ് f(1) ആൻസർ ഉണ്ടല്ലോ, ആൻസർ എഴുതിയെങ്കിൽ പോയാൽ മതി. f(1) എന്ന് പറഞ്ഞാൽ π/4 പ്ലസ് x മൈനസ് x0, x മൈനസ് 1 ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു f'(x0), f'(1) എന്ന് പറഞ്ഞാൽ 1/2 പ്ലസ് x മൈനസ് x0, x0 1 ആണ്, അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു f'(x0) എന്ന് പറഞ്ഞാൽ f'(1) മൈനസ് 1/2 പ്ലസ് എക്സെട്ര. ഓക്കെ, സോ അതായത് π/4 പ്ലസ് x മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 1/2 പ്ലസ് പ്ലസും മൈനസും ചേർത്തിട്ട് നമുക്ക് മൈനസ് ആക്കാം. x മൈനസ് 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 1/2 പ്ലസ് എക്സെട്ര. So this is the required Taylor series representation of the function f(x) is equal to tan inverse x at x is equal to 1. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കാനുള്ള ചോദ്യം എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് മസ്റ്റായിട്ടും കറക്റ്റായിട്ട് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ, സോ ഇത്രയുമായിരുന്നു നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് നോക്കാം? മക്ലൂറിൻ സീരീസ് റെപ്രസെൻറ്റേഷൻ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ചോദ്യം നോക്കാം. മക്ലൂറിൻ സീരീസിൻ്റെ ഫോർമുല നമുക്ക് ഇനി കൂടുതലായിട്ടൊന്നും പഠിക്കാനില്ല. ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷനകത്ത് x0 ആവുന്ന കേസിനെയാണ് നമ്മൾ മക്ലൂറിൻ സീരീസ് എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമുല ടൈലർ സീരീസ് അറിയാവുന്ന ഏതൊരാൾക്കും x0 0 കൊടുത്തുകൊണ്ട് മക്ലൂറിൻ സീരീസിൻ്റെ ഫോർമുല എഴുതാം. അതിനകത്ത് ആവശ്യമായിട്ടുള്ള സംഗതികൾ മാത്രം കണ്ടുപിടിച്ചാൽ മതി. എന്താണ് മക്ലൂറിൻ സീരീസ് കണ്ടിൻ്റെ റെപ്രസെൻറ്റേഷൻ്റെ സമയത്ത്. ഓക്കെ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ ടൈലർ സീരീസ് വെച്ചിട്ട് ഫൈനലി ചെയ്തുകൊണ്ട് ഈ x0 ഇവിടെ വാല്യൂ 1 ആണല്ലോ, x0 വാല്യൂ 1 പകരം 0 കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു ഫോർമുല മാറ്റിക്കൊണ്ട് മക്ലൂറിൻ്റെ ഫോർമുല എഴുതുക. എന്നിട്ട് അവിടെ വേണ്ട സാധനങ്ങൾ കണ്ടുപിടിക്കുക, അവിടേക്ക് കൊടുക്കുക. പരിപാടി കഴിഞ്ഞു. വളരെ ഈസിയാണ്. ഇതിനേക്കാൾ കുറച്ചും കൂടെ എളുപ്പമാണ്. അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻസ് കുറച്ചൊക്കെ പഠിച്ചു വെക്കുകയാണെങ്കിലും പിന്നീട് അത് ഭയങ്കര യൂസ് ആണ്. ഇപ്പോൾ sin x-ൻ്റെ മക്ലൂറിൻ്റെ സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ sin x ഈക്വൽ ടു x മൈനസ് x³ 3 ഫാക്ടോറിയൽ പ്ലസ് x⁵ 5/5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര 1/1 മൈനസ് x ഈസ് ഈക്വൽ ടു 1 പ്ലസ് എന്താണ് 1 പ്ലസ് x പ്ലസ് x² പ്ലസ് x³ പ്ലസ് എക്സെട്ര. അപ്പം അങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന നമ്മളിതെല്ലാം മക്ലൂറിൻ സീരീസ് വെച്ച് പ്രൂവ് ചെയ്ത് ചെയ്യാനുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് കാണാതെ പഠിച്ചും കൂടെ വെക്കുകയാണെങ്കിൽ പിന്നീട് വരുന്ന സെമിസ്റ്ററുകളിൽ നമുക്ക് സീക്വൻസസ് ആൻഡ് സീരീസ് പഠിക്കാനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് എന്താണ് പെട്ടെന്ന് സീരീസ് റെപ്രസെൻറ്റേഷനും എക്സ്പാൻഷനും ഒക്കെ എഴുതേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരും. അന്നേരമൊക്കെ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അത് ഞാൻ മക്ലൂറിൻ പറയുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് കൺവേ ചെയ്ത് തരാം. ഓക്കെ, അപ്പം പഠിപ്പിക്കുന്ന അത്രയും കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. ഈസി ആയിട്ട് നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ഫോക്കസ്ഡ് ആയിരിക്കണം. ഇതെല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ശ്രമിച്ചാൽ ഒരേപോലെ പഠിക്കാവുന്നതേ ഉള്ളൂ. ആർക്കും ഒരു മുൻഗണനയോ ഒന്നുമില്ല. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് സ്കോർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.